അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് വന്നത് വലിയൊരു കബാബായിരുന്നു. അതിൽ എല്ലാ കബാബും ഉണ്ട്, മട്ടൻ, ബീഫ്, ചിക്കൻ ഒക്കെയുള്ള കബാബ്. കണ്ട ഒരു പലക പോലത്തെ എല്ലാന്ന് കൊണ്ടുവന്നത്. എല്ലാം മരത്തിൻ്റെ, പണ്ടത്തെ പുരാതനമായ പോലത്തെ, ഞാൻ പറഞ്ഞില്ലേ പുരാതനം പോലത്തെയാണ്. മരത്തിൻ്റെ ഒരു ഇത് പലക പോലെ അതിലാണ് ഇത് കൊണ്ടുവന്നത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഹോട്ടൽ മുറിയിലേക്ക് പിന്നെ പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലാണ് ഇത്. ഹോട്ടലിൻ്റെ അകത്ത് കയറിയ ഭാഗമാണിത്. അകത്ത് കയറിയ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പിന്നെ കുറച്ച് അവിടെ കൗണ്ടറിൽ നമുക്ക് ചാവയൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഗൈഡ് അവിടെ നിന്ന് അതാണ് ഗൈഡ് സംസാരിച്ച് ചാവയൊക്കെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മളെ ലഗേജൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ മുൾഭാഗമൊക്കെയാണ്. നല്ല ഒരുവിധം തിരക്കേടില്ലാത്ത ഹോട്ടലായിരുന്നു. നീറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫ്ലവർ കണ്ടു, നല്ല വയലറ്റ് ഫ്ലവർ, കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ ഒന്നൊരു ഫോട്ടോ എടുത്തടാ. അതിൻ്റെ മേലത്തെ ഒരു ഇതാണ് ലൈറ്റിന് കൊടുത്ത ഒരു ഡെക്കറേറ്റാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ലിഫ്റ്റിൽ കയറി മേലെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളെ റൂം. ഓരോരാൾക്കും ഇങ്ങനെ, നമുക്ക് 12 പേരുള്ളതുകൊണ്ട് 5 റൂമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള റൂം തന്നെ എല്ലാം ഒരേ റൂം തന്നെയാണ്. ഇങ്ങനെയുള്ള റൂം തന്നെയാണ് എല്ലാം. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പം റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ റൂമിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ചുറ്റോടും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി പിന്നെ 9-10 മണിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വരാൻ സമയം. പിന്നെ എവിടെയും പോകാൻ സമയമില്ല. അന്ന് പിന്നെ നമ്മൾ ക്ഷീണമൊക്കെ കൊണ്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ ഒരു പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നായ ഭൂകമ്പം ഉണ്ടായിട്ട് പാറയൊക്കെ പൊട്ടി വീണൊരു സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയിൽ നിന്നുള്ള കാഴ്ചകളുണ്ട്. നമ്മൾ കുറച്ച് 2-3 മണിക്കൂർ ഓടിയിട്ടാണ് അവിടെ എത്തിയത്. ആ ട്രാവലർ, ഒരു മിനി ട്രാവലറിൽ തന്നെയാണ് ഇന്നത്തെയും യാത്ര. രാവിലെ 9 മണിക്കാണ് പുറപ്പെട്ടത്. ഇതൊക്കെ പുറത്തുള്ള അവിടെയുള്ള ഗഡങ്ങിൻ്റെ കാഴ്ചകളൊക്കെ അധികം ഇങ്ങനെ തന്നെയാണ്. ഗഡങ്ങൊക്കെ ഇതേമാതിരി തന്നെയാണ്. പിന്നെ കുറേ ചെടികളൊക്കെ ഇവിടുത്തെ കാണാത്ത ഒരു വ്യത്യസ്തമായ ചെടികളാണ്. അവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഒരു കാറ്റാടി മരം പോലെ, എല്ലാ സ്ഥലത്തും ഒരു കാറ്റാടി മരം പോലത്തെ ഒരു മരം. പിന്നെ നമ്മൾ ഇവിടെ കാണാത്തുള്ള ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ കാടിൻ്റെ പകരം ചെറിയ കുഞ്ഞു ഫ്ലവറൊക്കെ ഉണ്ടാവും അവിടെ. അതൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇതെങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഉള്ളത്. അതാ പോകുന്ന കാഴ്ചകൾ, നമ്മൾ വണ്ടിയിലിരുന്ന് പോകുന്ന കാഴ്ചകളാണിത്. 2-3 മണിക്കൂർ ഓടിയിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പോകുമ്പോഴുള്ള നമ്മളെ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കൊണ്ട് എടുത്തുള്ള പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. അത് കുറേ കച്ചറ ബോക്സുകൾ അതൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെയാണ്. പിന്നെ വയൽ പോലത്തെ സ്ഥലം, ഇങ്ങനെയുള്ള വയൽ പോലത്തെ സ്ഥലങ്ങളാണ് അധികം ഉണ്ട്. അവിടുത്തെ ചെടികളൊക്കെ ഇതുപോലെയാണ്. കാണാൻ നല്ല ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ. കണ്ട മരങ്ങളാണ്, കാറ്റാടി മരം പോലത്തെ മരമാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് റോഡും മേലെ കാഴ്ചകൾ. അവിടുത്തെ റോഡിൽ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ബിൽഡിങ്ങുകൾ. കാണാനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള കാഴ്ചകളായിരുന്നു റോഡൊക്കെ. ഇവിടെയുള്ള ചെടികളുടെ ഒക്കെ എല്ലാം ഭംഗി ഇങ്ങനെയൊക്കെയാണ്. ചെടിയാണിത്, അവിടുത്തെ ചെടി. അവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയിലാണെന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെടികളാണ് കൂടുതൽ അവിടെ കാണുന്നത്. പിന്നെ വീടുകളൊക്കെ ഷീറ്റിട്ട വീടുകളാണ്. എല്ലാം ഒരേപോലെ. എല്ലാ പൈസക്കാരുടെ വീടാണ്, പാവപ്പെട്ട വീടാണ് ഒന്നും മനസ്സിലാവില്ല. ചെറിയ വീടുകളെല്ലാം, ഒറ്റ വീടുകളെല്ലാം നോക്കുമ്പോൾ ഷീറ്റിട്ട വീടുകളാണ്.
ഇത് അതാണ് നമ്മൾ പോകുന്ന ട്രാവലറിലാണ് പോകുന്നത്. ഇപ്പം നമ്മളവിടെ എത്തി, ഇറങ്ങി അവിടെ എത്തി. ഉള്ളിലോട്ട് ഈ പാറകളാണ്. എത്രയോ വർഷം മുമ്പ് കുറേ കർഷകരും കാട്ടിൽ കാണുന്ന പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്. കർഷകർ, കൃഷി ചെയ്യുന്ന ആൾക്കാർ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ ആട് മാട് അങ്ങനെയെല്ലാം വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്ര പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഭൂകമ്പം വന്നപ്പോൾ എല്ലാം പാറക്കെട്ടുകളായ മലകളായിരുന്നു അത്രേ. അപ്പോൾ ഭൂകമ്പം വന്നപ്പോൾ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് എല്ലാം നാശനഷ്ടമായി. ആ പാറമലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഈ ആടുകളെ പശുക്കളെല്ലാം ഇങ്ങനെ കൊത്തി വരഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെയാണ് ആൾക്കാർ ഫോട്ടോയിൽ എടുക്കുന്നുണ്ട്. പണ്ടിങ്ങനെ വരഞ്ഞ് വെച്ചതാണ്, ഇങ്ങനെ ഉണ്ടായതാണ് എന്നാണ് പറഞ്ഞത്. വരഞ്ഞ് വെച്ചതാണ്. അപ്പം അങ്ങനെ കുറേ പാറകളൊക്കെ പൊട്ടി വീണ് കുറച്ച് ഗുഹമാതിരി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയെല്ലാം പൊട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ കഷ്ണങ്ങളായിട്ടാണുള്ളത് ഓരോ സ്ഥലത്ത്. നല്ല കാറ്റായിരുന്നു അവിടെ, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കോട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. കാറ്റ് പുല്ലിങ്ങനെ ആടുന്നുണ്ടോ, അത്രക്കും കാറ്റായിരുന്നു. പുല്ലൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞാടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് പാറകളെല്ലാം വീണ്. കുറേ ആളുകളുണ്ട്, കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നോക്കുമ്പം കുറേ മലയാളികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മലയാളമുണ്ട്. ഇതൊക്കെ ഓരോ സീസണിൽ ഒരു പാക്കേജിൽ ആൾക്കാർ എത്തുന്നതാണ്. ദുബായിൽ നിന്ന് പിന്നെ കുറേ ആൾക്കാരുണ്ട്, അങ്ങനെ ഖത്തറിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഓരോ രാജ്യത്തുനിന്നും വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കാണുന്നത് കടലാണ്. അങ്ങനെ ആൾക്കാർ ഇവിടെ പണ്ടത്തെ ആൾക്കാർ മീൻ പിടിച്ചും കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയാലും ജീവിച്ച ആൾക്കാരായിരുന്നു. ഇപ്പോഴിപ്പം ആൾക്കാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയ ആൾക്കാർ എല്ലാവരും ഒഴിഞ്ഞ് മാറി പോയി. അടുത്ത പാട്ട്